ഈ കുണാപ്പ് വെറുതെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടാക്കിയാണ് മുതലാക്കാന്ന് വിചാരിച്ചാൽ അതിന് വേണം കടയിൽ പോയി കണ്ട് അല്ലറ ചില്ലറ സാധനത്തിന്റെ ബില്ലൊക്കെയാണ് ഏരിയയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ബോധം കിട്ട അവിടെ തന്നെ വീണിട്ടുണ്ടാവും എന്നാണ് ചുരുക്കത്ത് പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഒരു ചായയും ഇറാനി ചായ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബെന്ന് ഉണ്ടല്ലോ, ഉള്ളിൽ ക്രീമൊക്കെ തേച്ച് ബട്ടറൊക്കെ തേച്ച് ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ട്. ഇതൊക്കെ തിന്നാൻ പറ്റും, എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തരും ഓരോന്നങ്ങോട്ട് വൈറലാക്കും. ഞാൻ എന്തുണ്ടാക്കിയാലും വൈറലാകണില്ല, വൈറലായതൊക്കെ വൈറലാകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും അതൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ നിർത്തിക്കാളി, ഇനി ഇങ്ങനത്തെ വല്ല ഐറ്റം ഉണ്ടാക്കിക്കോളി എന്നാണ് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ ചായ ഇങ്ങനെ ചൂടായി കുക്കറിലാണ് ചായ ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കുമ്പോൾ അതിക്ക് കുറെ പൊടി വാരിട്ടിട്ട് ആ ചായന്റെ കറ മുഴുവൻ ഇളക്കിയിട്ട് പിന്നെ അതിൽ പാലൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയോലെ എന്തായാലും സൂപ്പർ അടിപൊളി ഫാന്റാസ്റ്റിക് അലാസ്റ്റിക് എന്നൊക്കെ പറയും. കാരണം എന്താണ് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റൂലേ, പറയാതിരിക്കാൻ പറ്റൂല. അതെന്താ വെച്ചാൽ നമ്മൾ അതിലേക്ക് പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബെന്ന് ബട്ടറിന്റെ റേറ്റ് ഒക്കെ കേട്ടാൽ പിന്നെ എന്തായാലും പറയണം. ബട്ടറിന് നല്ല റേറ്റ് ഉണ്ട്. ബട്ടറൊക്കെ തേച്ച് കണ്ടല്ലേ അതിന്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അതും പിന്നെ പോരാത്തതിന് ഉണ്ടാക്കണം. പിന്നെ ഓരോരുത്തർ വൈറലാക്കുമ്പോൾ പിന്നെ അതെന്തായാലും നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. പിന്നെ ഉണ്ടാക്കിയ സാധനത്തിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാകുമ്പോൾ നമ്മൾ തന്നെ നല്ലതാണ് പറയുന്നത്. അങ്ങനെ പറയണേക്കാരതേ എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ലാന്ന് തോന്നിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ഉണ്ടാക്കാന്ന് വിചാരിച്ച റെസിപ്പിയെ മാറ്റി കുറിച്ചാണ് ഇവിടെ വേറൊരു സാധനം ഉണ്ടാക്കാൻ വന്നതെന്നാ പറഞ്ഞു വേണം. അതെന്തായാലും നന്നാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചായ ചൂടായി അതിലെ കറ മുഴുവനും എന്താ ഒരു വിഷം. കറ ചയക്കും പെണ്ണുങ്ങളെ, പൊന്നാര പെണ്ണുങ്ങളെ, അത് ഉണ്ടാക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തർ വൈറലാക്കുന്നുണ്ടെന്ന് കരുതിയാണ്ട് വെറുതെ സ്വയം വൈറലാക്കല്ലേ എന്നാണ് പറയാനുള്ളത്. കാരണം അത്രയും നല്ലതാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെ വീട്ടിൽ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക് എന്നാണ് പറയാനുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിക്ക് ഞാൻ ഉള്ളി ഇട്ടെടുത്ത്, വെളുത്തുള്ളി ചതച്ചതിട്ടെടുത്തു, പിന്നെ അതിക്ക് ക്യാപ്സിക്കം ഇട്ടെടുത്തു, വലിയ ഉള്ളി ഇട്ടെടുത്ത്, എല്ലാം കൂടി ഇട്ടെടുത്ത്. സാധാരണ മുളക് ഇടുന്നില്ല, കാരണം വലിയൊരു മുളകാണല്ലേ നമ്മൾ ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാൻ പകുതി ഉള്ളികളാണ് കേട്ടോ അതിൽ ഇട്ടത്, പകുതി നമ്മൾ ഇട്ടിട്ടില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ വാട്ടി വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ അതിങ്ങനെ ചുരുങ്ങി വരും. അതുകൊണ്ട് നമ്മൾ മുഴുവൻ മാവിനെ നമ്മൾ ചുരുക്കിയെടുക്കാൻ പാടില്ല. ചുരുക്കിയെടുത്താൽ എന്താകും, നമ്മുടെ മാവ് ഇല്ലാതാകും എന്നാണ് പറയാനുള്ളത്. ഇല്ലാതാക്കാൻ പാടില്ലല്ലോ. നമ്മൾ കുറെ ഉണ്ടാക്കാനല്ലേ വന്ന്, കുറച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കണം. കടി പോയി ഒന്നോ രണ്ടെണ്ണൊക്കെ വാങ്ങിയാൽ പോരെ, നമുക്ക് കുറെ ഉണ്ടാക്കണം. അതിന് നമ്മൾ കുറച്ച് മസാല നമ്മൾ വാട്ടിയെടുക്കുള്ളൂ, കുറച്ച് നമ്മൾ മസാല വാട്ടൂല എന്നാണ് പറഞ്ഞു വേണം. വെറും പച്ചുള്ളി ചേർക്കാം. ഞാൻ അപ്പോൾ ഇതിക്ക് ബിരിയാണി മസാല ചേർത്തു, കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു, എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടു, പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടേസ്റ്റ് ടേസ്റ്റ് വേണം. ഇനി എങ്ങനെയെന്നറിയോ, കുക്കറിൽ എങ്ങനെ എഗ്ഗ് പുയിങ്ങൽ പാരാണ്ടോ പറഞ്ഞു. എഗ്ഗ് കെറ്റിൽ പുയിങ്ങാൻ പറ്റൂല, അങ്ങനെ ആവും എന്നൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയി പെണ്ണുങ്ങളെ. പുയിങ്ങാൻ പറ്റൂലേ, കെറ്റിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കണ സാധനമല്ലേ, പിന്നെ എന്താ അതിൽ പുയിങ്ങാൻ പറ്റൂല എന്ന് അങ്ങനെ പറയാനേ. നമ്മൾ ഇതിക്ക് പാകത്തിന് ഉപ്പിട്ട് കാണ്ടേ കുറച്ച് വെള്ളം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മുട്ട അങ്ങോട്ട് പുയിങ്ങിയെടുക്കാം. നമുക്ക് മുട്ട കഴുകി കൊണ്ടുവന്ന് വേണ്ട അതിൽ കിട്ടത്. അപ്പോൾ ഇടുമ്പോൾ നല്ലോണം കരുതിയിട്ട് ഇടണം. ഒന്നായിട്ട് ഓരോ അങ്ങോട്ട് എറിഞ്ഞാണ്ടല്ലോ, മുട്ടയാണത് പുയിങ്ങിയതല്ലേ കറിയേക്കാരെ പിന്നെ തയ്യാറാകാന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മളൊന്നും കൂടി ഉറപ്പ് വരുത്തുക ഇതിൽ എഗ്ഗ് തന്നെയാണോ എന്ന്. നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വീണ്ടും തുറന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. ഇനി തിളച്ചാൽ ഓട്ടോമാറ്റിക്കാണ് ഓഫ് ആവുന്നു. ഓഫായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് തൊലിച്ചെടുക്കാനല്ലേ ഉള്ളൂ. ഓഫായി കഴിഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കിയാൽ മതി, തൊലിച്ചാൽ മതി. അതുകൊണ്ട് കെറ്റിലൊക്കെ വാങ്ങിക്കോളി. ചില ആൾക്കാരുണ്ട് എഗ്ഗ് പുയിങ്ങാനായിട്ട് ഒരു കെറ്റിലുണ്ടാവുന്ന അന്വേഷിച്ച് പോയിക്കാണ്ട് അങ്ങനെ കെറ്റിൽ എഗ്ഗ് പുയിങ്ങാൻ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുന്നതാണ് പറഞ്ഞു വരുന്നത്. ചട്ടിയിലിട്ട സാധനം കരിയാൻ പാടില്ലല്ലേ. ഞങ്ങൾക്ക് ഒരു റെസിപ്പി പറഞ്ഞു തരുമ്പോൾ കറക്റ്റ് ആയിരിക്കണ്ടേ. നമ്മൾ മുഴുവൻ വാട്ടാൻ വന്നിട്ടില്ല എന്നാണ് ചുരുക്കത്ത് പറഞ്ഞു വരുന്നത്. കറക്റ്റ് കുറച്ച് വാട്ടിയിട്ടുള്ളൂ, വിനാഗിരി വെച്ച് കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തു. നമ്മുടെ എഗ്ഗ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഓഫായിട്ടുണ്ട്. ഓഫായി കഴിഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇത്രയും സുഖസുന്ദരമായിട്ട് ഏത് എഗ്ഗ് നിങ്ങൾക്ക് തൊലിച്ചെടുക്കാൻ പറ്റൂലേ. നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഇട്ടാണല്ലോ കൂട്ടിമുട്ടി തട്ടിമുട്ടി പൊട്ടിയാൽ പിന്നെ പൊട്ടിയതായി ചീറ്റിയതായി എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടി വരില്ല. ഞാൻ തന്നെ പൊട്ടിയത് എടുക്കൂല, പിന്നെ കുട്ടികൾ അത്ര എടുക്കൂല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ എന്തായാലും ഫസ്റ്റാണ് തെരഞ്ഞെടുത്തുകൊണ്ട് മാറ്റി വെക്കലാണ് അങ്ങനെ ചട്ടിയിലിട്ടൊക്കെ പുയിങ്ങിയെടുത്ത. ഇത് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാന്ന്, എല്ലാതും ഒരേപോലെയാണെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കെറ്റിൽ വാങ്ങിക്കോളി, വാങ്ങിക്കോളി. 8 10 എഗ്ഗ് ഇതിൽ പുയിങ്ങിയെടുക്കാൻ പറ്റും. കൂളായിട്ട് പുയിങ്ങിയെടുത്തോളി. ബാക്കിയുള്ള വലിയ ഉള്ളിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ ഇനി ഓഫാക്കി എടുത്തിട്ടോ, കാരണം നമ്മൾ പിന്നെ ഓണാക്കേണ്ട കാര്യമല്ല. കാരണം ഉള്ളി ചുരുങ്ങി പോകുന്നു ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എഗ്ഗ് കട്ട് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ എഗ്ഗൊക്കെ തൊലിച്ച് നിങ്ങൾ കണ്ടില്ല. അതുപോലെ നിങ്ങൾ കെറ്റിലൊക്കെ വാങ്ങിയിട്ട് തൊലിക്കുകയാണെങ്കിൽ പിന്നെ ഞാനും പണ്ടങ്ങാനോ കെറ്റിൽ അത് ഉണ്ടാക്കണൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. അതുകൊണ്ട് കുറേ ആൾക്കാർ അതിൽ കമന്റ് ഇടാറുണ്ടായിനി കെറ്റിൽ ഉണ്ടാക്കണ അപകടമാണ്, അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്ന സാധനമാണ്. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഗ്ഗൊക്കെ എന്ന് പറഞ്ഞാൽ തിളച്ചാൽ വേഗണ ഒന്നാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓഫായി കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ആകുന്ന ഒരു സാധനമാണ് കെറ്റിൽ. ആ ഓഫായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് കിട്ടും എന്നാണ് ഞങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പം നല്ലൊരു മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബെന്നിനെ 2 ആക്കി പൊളിച്ചിട്ട് ആ മസാല തീക്കണം തിരികെ വെക്കുക, അത്രയും നമ്മൾ കരുതണുള്ളൂ. ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താ കഥ എന്നൊന്നും അറിയില്ല. കാരണം എന്താ കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നേരം എവിടെയെന്ന് എനിക്ക് തന്നെ ഡൗട്ടായി പോയിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് നേരത്തേക്ക് എടുത്താൽ മതിയായിരുന്നു, ഒരു 3 മണിക്കൊക്കെ. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പെട്ടെന്ന് ഉണ്ടാകട്ടെ, കുട്ടികൾ വരാനായിരിക്കണം. കുട്ടികൾ വന്നാൽ പിന്നെ നടക്കൂല. കാരണം ഓൽക്ക് ഇത് അപ്പം തന്നെ എന്താ കറണ്ട്, ഓൽക്ക് പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ആ പച്ചക്കനെ ഓല് തിന്നാൻ റെഡി കാരണം. പിന്നെ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ട ടൈമാണെങ്കിൽ വളരെ
വൈകിപ്പോയി. ഞാൻ എന്താ ചെയ്തത്? ഏതായാലും ഞാൻ ചീസ് വെച്ചെടുത്തു. പിന്നെ ആ ബെന്നിതിനെ മേലേക്ക് വെക്കുകയാണ്. ഇനി കൂടുതലൊന്നും ഞാൻ കാണിക്കണില്ല, കാരണം അപ്പോഴേക്കും കുട്ടികൾ വരിക കേട്ടോ. വരുന്ന സമയം കൊണ്ട് ഞാൻ റെഡിയാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും ടൈമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു 5-6 റെഡിയാക്കുമ്പോഴേക്കും കുട്ടികൾ വന്നിട്ടോ. കുട്ടികൾക്കാണെങ്കിൽ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് സ്കൂളിൽ നിന്ന്. നല്ല ഹാപ്പി ആയിട്ടാണ് അവർ വരുന്നത്. അവർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അമീക കോട്ട മത്സരത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിനി. ഓള് നല്ല സന്തോഷത്തിലാണ്. പിന്നെ അമീൻ മോൻക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ട്. അവനക്ക് എ ഗ്രേഡ് കിട്ടിയതും അവനക്ക് മാർക്ക് കിട്ടിയതും എക്സാം കഴിഞ്ഞതും അങ്ങനെ ബുക്ക് എടുക്കുക പേപ്പർ എടുക്കുക വന്നാൽ പിന്നെ അതാണ് ഫസ്റ്റ് കാണിച്ചു തരും കേട്ടോ. ബുക്കൊക്കെ തുറന്നുകൊണ്ട് കാണിച്ചു തരും. എന്താ കിട്ടിയത് വെച്ചാൽ അതൊക്കെ കാണിച്ചു തരും. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ മെല്ലെ സോപ്പിട്ട് ഈ ബെന്ന് ദീക്ക് ഇറക്കി വെക്കുകയാണ്. കാരണം നമുക്ക് 4 ബെന്ന് വീതം ദീക്ക് ഇറക്കി വെക്കാം. ബെന്നോ സാൻഡ്വിച്ചോ ബർഗറോ എന്താ അതിന് പറയാം, എന്തും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ ദീക്ക് ഇറക്കി വെച്ചിട്ട് ഈ എന്താ പറയുക കണ്ടോ, ഇവന് തോണ്ടുന്ന കണ്ടില്ല നിങ്ങൾ, അതിലിടണ്ട എനിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞ് കരയാണ്. ഒരാൾക്ക് കൊടുത്താൽ പിന്നെ അടുത്താക്കും കൊടുക്കണം. പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കണം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നുന്നില്ല. ചീസ് അടിഞ്ഞ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഉള്ളത്. അപ്പം എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. നമുക്ക് ഒട്ടും താമസിയാതെ നമുക്കത് എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവർ സ്കൂളിലേക്ക് പോയി വന്നിട്ട് ഡ്രസ്സ് മാറാൻ വരെ റെഡിയല്ല. കാരണം എന്താണ്, ഒന്നാമത് ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇതിന് മുന്നിൽ പോകാനും ടൈമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെ കുട്ടികൾക്ക് ഇറാനി ചായ മറ്റേ എന്താ സാധനത്തെ പേര്, എന്തൊരു സാധനം പേര് എനിക്കുണ്ട്, അത് അറിയണില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. ആ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ബട്ടർ ബ്രെഡിലൊക്കെ ബെന്നിലൊക്കെ തേച്ച് ഉണ്ടാക്കി, പിന്നെ പോരാത്തതിന് ഞാൻ പറഞ്ഞില്ല കൂടെ ആ ചായ തളിച്ച് അതൊന്നും തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും അസുഖമാവും, വൈറലാകും അതിനോടൊപ്പം തന്നെ വൈറലാകും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആരും ഉണ്ടാക്കരുത്, ദയവ് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കിക്കോളി എന്നാണ് പറയാനുള്ളത്. കാരണം കുട്ടികൾ കണ്ടില്ലേ ചാടി മറയുന്നത്, നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾ എന്താ ബുക്കൊക്കെ നിരത്തിക്കാണ്ട് പരത്തി വെച്ചിങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. എന്താന്ന് ചോദിച്ചാൽ ഓൽക്ക് പേപ്പർ കിട്ടിയ സന്തോഷം, ബുക്ക് കൊടയുന്ന സന്തോഷം, ബുക്കിൽ എന്തൊക്കെ മാർക്ക് ഉണ്ടോ എന്നുള്ള സന്തോഷം, അങ്ങനെ സന്തോഷത്തിന്റെ ഒരു പ്രകടനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബെന്നി റെഡി ആയിട്ടാ എല്ലാവർക്കും തരാന്നൊക്കെ പറയാം. നിഗമോൾക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട്. ബെന്നി ഇവിടെ റെഡി ആയിക്കൊണ്ട് ബെന്നല്ല ബർഗർ അല്ലേ നമ്മൾ ഉണ്ടാക്കി, ബർഗറോ സാൻഡ്വിച്ചോ ബർഗർ എന്ത് കുന്ത്രാണ്ട് അതിന് പറയാന്ന് എനിക്കറിയില്ല. റെഡി ആയിട്ടോ കറക്റ്റ് ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്ക് എന്നെ അത് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമായിട്ട് തോന്നി. എയർ ഫെയർ ഇല്ലാത്തവരൊക്കെ ഒന്ന് വാങ്ങി നോക്കി ഇതുപോലെ പൊറാട്ട ചൂടാക്കാം, ഇതുപോലെ സാൻഡ്വിച്ച് ബർഗർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ ഞാൻ ചൂടാക്കാറുണ്ട്. അങ്ങനെ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ എന്തിനാ അപ്പം ഞാൻ ഇത് പൊളിച്ചു നോക്കണമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ പൊളിച്ചു നോക്കിയിട്ടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഉള്ളിൽ ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് അങ്ങോട്ട് ചൂടെത്തിയിട്ടില്ലെങ്കിൽ തിരിച്ചിട്ട് കാണും. മേൽഭാഗം ചൂടാകും, താഴ്ഭാഗം ചൂടാകൂല അല്ലേ. അപ്പോൾ താഴ്ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും തായ് മേലൊക്കെ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പിന്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താല്ലേ. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓരോ ബെന്നങ്ങൾ തരുന്നുണ്ട്. ബെന്നല്ല ബർഗറോ സാൻഡ്വിച്ച് എന്തതിന് പറയാം, ഇത് തരണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആർക്കാത് കൊടുക്കാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഓരോന്നൊക്കെ എടുത്തോളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. പിന്നെന്താണ് ഇത്രയും നേരം നന്ദി തന്നെയാണ് രേഖപ്പെടുത്താല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യൂലേ, ഷെയർ ചെയ്യൂലേ, സബ്സ്ക്രൈബ് ചെയ്യൂലേ. നിങ്ങൾ ആ ബെന്നും ചായ ഒന്നും ഉണ്ടാക്കാൻ പോകല്, ഈ ഒരു ബെന്നും ചായ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടണം എന്ന് തോന്നിപ്പോയി. ആ ചായനെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നിപ്പോയി. അപ്പോൾ നിങ്ങൾ പാൽ ചായ ഒക്കെ ഉണ്ടാക്കിക്കോളി. അതുപോലെ കറുപ്പിച്ച ചായ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഒരു പാകത്തെ മീഡിയം സൈസിൽ. അതിൻ്റെ ഇടയ്ക്കിൻ്റെ സ്റ്റാൻഡ് വീണ് പൊട്ടിയതിൻ്റെ ഉള്ളിൽ നിന്ന് 3-4 കട്ട ചാടി. ആ കട്ടയാണ് അവിടെ വെളുത്ത് കൊണ്ട് കാണുന്നത്. അതൊക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞു വീണത്. അപ്പോൾ ഞാൻ എന്നെ ആദ്യത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്, മറ്റുള്ളവരൊക്കെ എവിടെ പോയി, ഇതുവരെ ഇതിന് മുന്നിൽ കാവലിരുന്ന് കണ്ട് ഒറ്റതിനെ കാണാനില്ല. ഞാനൊന്ന് കഴിക്കട്ടെ. ബിസ്മില്ലാണ്ട് കഴിച്ചു. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസൊക്കെ ചേർത്തോണ്ട് നല്ല അടിപൊളി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു കുക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വരുന്നതാണ്. അപ്പോൾ അടുത്തത് പാക്ക് ചെയ്യാൻ ആളെത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരുവിധം വയറിൻ്റെ ഉള്ളിൽ അകത്തായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ നിർത്താമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ. ഓക്കെ ബൈ, സി യു. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ജീരകം 3 മിനിറ്റ് ഇടേണ്ടി 5 മിനിറ്റ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കരിയാത്ത കിട്ടിയാണ് എനിക്ക്. സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ? അമ്മീകാക്ക് ഇഷ്ടമായോ?